ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു റിനോവേഷൻ ജേണി നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോഴായാലും നമുക്കൊരു മെമ്മറി ആണല്ലോ, ആദ്യം നമ്മൾ നിന്നിരുന്ന വീടും അല്ലെങ്കിൽ ആ ഒരു പരിസരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓർമ്മ കിട്ടുമ്പോഴൊക്കെ ഞാനും ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണുകയും ചെയ്യാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഒരു പ്ലാനോ കാര്യങ്ങളോ കിട്ടിയാലോ. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുണ്ടാവണം എന്നൊന്നുമില്ല കേട്ടോ, കാരണം ഒരാളുടെ വീടിൻ്റെ ഒരു റിനോവേഷനൊക്കെ അല്ലേ. പക്ഷേ ചിലർ ഇങ്ങനെ റിനോവേഷനൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഐഡിയോ കാര്യങ്ങളോ ഇതൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടും ഒക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷന് ഒക്കെ ഇങ്ങനെ പൊളിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ നമുക്കൊരു ലിവിങ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലേക്കായിട്ട്. അപ്പോൾ ഫ്രണ്ടിലെ മരങ്ങളൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, പ്ലാവും മാവും തെങ്ങും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫില്ലർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഒരു പ്രെയർ റൂം എടുത്തിട്ടുണ്ട് താഴെ, പിന്നെ ഒരു കിച്ചൺ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് താഴത്തെ ഫ്ലോറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി പിന്നെ മുകളിലേക്ക് അപ്ചെയർ എടുത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വീടിൻ്റെ ഓരോ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിത് എപ്പോഴാണ് നമ്മൾ ഈ 3D ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് ഇത് എത്തുക എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. അതിപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെ ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ മാത്രമല്ല, വീട്ടിൽ നിന്നുകൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളുകളുടെ കാര്യവും എങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു വീട്ടിൽ നിന്നുകൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ എടുപ്പിച്ചവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പണികൾ കുറേ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ടാണ്. അപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു, പണിക്കാരെ കിട്ടാത്തതുകൊണ്ടും മെറ്റീരിയൽസിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൊണ്ടും. പിന്നെ നമ്മൾ ഒരു പഴയ വീടിൻ്റെ മുകളിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഓരോ സ്ഥലത്ത് നമുക്ക് പണി കിട്ടും, അങ്ങനെയാണല്ലോ. അപ്പോൾ താഴത്തെ എക്സ്റ്റെൻഡ് ചെയ്തതൊക്കെ നമ്മൾ വാർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ മുകളിലേക്ക് എടുത്ത മെറ്റീരിയൽ പണിയെടുക്കാൻ ഉള്ള പണിക്കാർ നാട്ടിലുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് 2022 നവംബർ 1 നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 നവംബർ ആയപ്പോഴും നമ്മൾ വീട് പണിയിൽ തന്നെയായിരുന്നു, അതായത് ഒരു വർഷത്തിലും മേലെയായി. പക്ഷെ അൽഹംദുലില്ലാ ഈ ഒരു ഡിസംബർ 22 ഞങ്ങൾ ഒരു ഹൗസ് വാമിംഗ് എന്നല്ല, നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന വീടല്ലല്ലോ, ഒരു ഹൗസ് വാമിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ ഉപരി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ ഒന്ന് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉംറക്ക് പോയ സമയത്ത് നമ്മൾ കുറച്ച് ആളുകളെ വിളിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. വീട് പണി നടക്കുകയാണ്, മുകളിലൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്, ആളുകൾ വന്നാൽ ഇരിക്കാനും അങ്ങനത്തെ ഒന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് അന്നേരം ആരും വിളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചുറ്റുവട്ടത്തുള്ളവർ മാത്രം വന്നിട്ട് ആ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞു പോയി. അപ്പം അതേപോലെ തന്നെ നമ്മൾ അടുപ്പൊക്കെ മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പൊക്കെ മാറ്റി കഴിഞ്ഞ് നമുക്ക് റബീഉൽ അവ്വലിലാണ് നല്ല ഡേറ്റ് തീ മൂട്ടാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അവിടെ മാത്രം ഒന്ന് ക്ലീനാക്കി പെട്ടെന്ന് അവിടെ ടൈലൊക്കെ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ഫംഗ്ഷൻ അങ്ങ് നടത്തുകയും ചെയ്തു. നമ്മളും ഉസ്താദും ഒക്കെ ആയിട്ട് ഒന്ന് ദുആ ചെയ്ത് അത്രയോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ആരെയും ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെക്കാമെന്ന് കരുതി അടുത്ത ഫാമിലിയും അതേപോലെ തൊട്ടടുത്തുള്ള പിന്നെ ചുറ്റുവട്ടം ഉള്ള നമ്മുടെ അയൽവാസികളും അടുത്ത റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളെയൊന്നും വിളിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീട് പണി നടക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ കുറച്ച് പേരെ വിളിച്ച് അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ എൻജിനീയർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മോട്ടീഫ് ആർക്കിടെക്ചറിലുള്ള എൻജിനീയർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത് ഡിസൈനൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട് മുകളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഫ്ലോർ ചെയ്യാൻ ആൾ വരുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിലായിട്ട് എന്തോ ഒരു സിമെൻറ്റിൻ്റെ ലെയർ ഉണ്ടെന്നും അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പണി 2-3 ദിവസം പിടിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ വിചാരിക്കാത്ത എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് കയറി വന്ന ഓരോ പണികളായിരുന്നു. അതായത് നമുക്കൊന്ന് നമ്മളിപ്പം മുകളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്ലോറൊക്കെ ഒന്ന് വിരിച്ച് കാണാൻ ഇങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പണി വന്ന് കയറുക.
പിന്നെ 2-3 ദിവസം അതിൻ്റെ പണിയും അതിൻ്റെ വേസ്റ്റ് വാരലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ചെതലിൻ്റെ ആ ഒരു വിഷയമൊക്കെ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വീടിൻ്റെ മുകളിൽ നമ്മളൊരു പഴയ വീടിനെ ഒന്ന് നന്നാക്കി എടുക്കുമ്പോൾ നമുക്കുള്ള ഓരോ ടാസ്കുകളാണ്. എന്നുവെച്ചാൽ അത് ഇനി കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറേ ആയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാനുമായിട്ടുണ്ടാവും. വീട് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തീരുന്നില്ല. അതുവരെ നമ്മളിങ്ങനെ ഈ പെയിൻറ്റ് ചെയ്യുന്നവരൊക്കെ വരുന്ന സമയത്ത് ഒരു റൂം ഒഴിച്ചു കൊടുക്കും, അതുമായിട്ട് വേറെ റൂമിലേക്ക് പോകും, അതെല്ലാം കൂടെ ഒഴിച്ചിട്ട് കിച്ചണിലേക്ക് പോകും, പിന്നെ കിച്ചൺ ഒഴിച്ച് വർക്ക് ഏരിയയിലേക്ക് പോകും. ഇതെല്ലാം കൂടിയായിട്ട് നമ്മൾ അങ്ങനെ കളിക്കുമല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് ഈ പണി എടുപ്പിക്കുന്നത് കൊണ്ടുകൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഓരോ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഫ്ലോറിൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിയാനായപ്പോൾ തന്നെ നമ്മൾ കബേർഡിനും അതേപോലെ ജിപ്സം ചെയ്യാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നടത്താമെന്നുള്ള രീതിക്ക് പണികൾ അങ്ങനെ ലാസ്റ്റിലേക്ക് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് കണക്കാക്കിയിട്ട് ഗൾഫിൽ നിന്ന് വന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൾഫുകാർക്ക് എപ്പോഴും നാട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഫംഗ്ഷനിലേക്ക് കണക്കാക്കിയിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കരുതിയൊക്കെ നമുക്ക് വിചാരിച്ച ആ ഒരു ഡേറ്റിൽ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റുമെന്നും കരുതിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളവരത് കുറച്ച് ഇൻറ്റീരിയർ വർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനും ചെറിയൊരു വയറിങ് വർക്കൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതി ഓക്കെ വിചാരിച്ച ഡേറ്റിൽ തന്നെ നമുക്ക് ഫംഗ്ഷനൊക്കെ നടത്താമെന്ന്. അങ്ങനെ ആദ്യം നമ്മളൊരു ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ വയറിങ്ങുകാർ വന്നപ്പോഴാണ് സംഭവം കംപ്ലീറ്റ്ലി മാറി പറഞ്ഞത്. അവർ വന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റീവയർ ചെയ്യണം, എവിടെ എന്തൊരു ഷോർട്ട് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ ഒരു ഇത് ഇൻറ്റീരിയർ വർക്കും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ജിപ്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് എടുക്കേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പൊളിക്കലും ഇതാക്കലും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ നമ്മളൊരു എക്സ്പെൻസിൻ്റെ ആ ഒരു കാര്യം മാത്രമല്ല, നമുക്കും ഒരു ബുദ്ധിമുട്ടാണിത്. നമ്മളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് നമുക്ക് ഈ ഒരു പരിപാടിയും പറ്റുന്നില്ല, പിന്നെ വീട് പണിയും കഴിയുന്നില്ല. അങ്ങനെ പരിപാടി കൂടേണ്ടവരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ടോ. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ നമ്മൾ പെട്ടെന്നൊരു ഡേറ്റ് അങ്ങ് കൺഫേം ആക്കി. ഈ ഇയറിൽ തന്നെ 2023 തന്നെ ആ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നുള്ള രീതിക്ക് ഡിസംബർ 22 നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോഴും ചെറിയ എന്തൊക്കെയോ വർക്ക് പെൻഡിങ്ങിലുണ്ട്, എങ്കിലും ഫംഗ്ഷനൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഫംഗ്ഷൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ ചില ക്ലാരിറ്റി ഇഷ്യൂസും അതേപോലെ പിന്നെ പല സൈസിലായിട്ടായിരിക്കും വീഡിയോ എടുത്തിട്ടുള്ളത്. അത് ഓരോ പണീൻ്റെ ഇടയിൽ നിന്നായിരിക്കും നമുക്ക് ഓർമ്മ വരിക. ഇങ്ങനെ പോയി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക.